എല്ലാവർക്കും PSC സഹചാരിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട്. 11 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ ഒരാളാവാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. കട്ട് ഓഫ് 92.33 ആയിരുന്നു. പിന്നെ ഇതിന്റെ പരീക്ഷ 2023 പ്രിലിംസ് പാസ്സായി. പിന്നെ അതിന് ശേഷം ഇതിന്റെ മെയിൻസ്, ആംബുലൻസ് അസിസ്റ്റന്റിന്റെ മെയിൻസ് അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. പുതിയ SCRT-യുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വീഡിയോ അല്ലെങ്കിൽ പാർട്ട് 2 വീഡിയോ ആണിത്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് 5-ലെ സോഷ്യൽ സയൻസ് ഭാഗം 1 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, ആദ്യം ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത് പ്ലാന് അതുപോലെ സ്കെച്ച്, ഈ രണ്ട് വാക്കുകളുടെ ഡെഫിനിഷനാണ് അല്ലെങ്കിൽ നിർവചനമാണ്. അത് PSC അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാം. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള അളവ് ഉള്ളതാണ് പ്ലാന്. എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല. ഓക്കെ, സ്കെച്ചിൻ്റെ അകത്ത് അളവുകൾ കൃത്യമായിരിക്കണമെന്നില്ല. ആ ഒരു ഡെഫിനിഷൻ മാറിപ്പോകരുത്. PSC സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിക്കാം. വടക്കു നോക്കി യന്ത്രം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം, അല്ലെങ്കിൽ നമ്മൾ കോമ്പസ് എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും. ഓക്കെ, ഏത് ദിശയിലാണ്? തെക്ക് വടക്ക് ദിശയിലാണ് അതിന്റെ സൂചി നിലകൊള്ളുന്നത് എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയേണ്ടത് നാവികർ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന തത്വം എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്നുള്ള തത്വമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അഗ്രം ഏത് ദിശേനെയാണ് സൂചിപ്പിക്കുന്നത്? അത് വടക്ക് അല്ലെങ്കിൽ നോർത്ത് ദിശേനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഭൂപടത്തിലെ ദിശകൾ. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്കു ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിന്റെ ചുവട് ഭാഗം, ഈ അവസാനത്തെ ഈ ഒരു ലൈൻ, ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്ന ലൈനാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം. ഭൂപടത്തിന്റെ ചുവട് ഭാഗം തെക്കു ദിശയെയും, അത് നമുക്ക് അറിയാം. അടുത്തത് വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും. ഓക്കെ, അതായത് നമ്മുടെ വലതുഭാഗം അല്ല കേട്ടോ. അതായത് ഭൂപടത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഭൂപടത്തിന്റെ വലതുഭാഗമാണ് പടിഞ്ഞാറ് ദിശ. അപ്പൊ അത് നമുക്ക് PSCന്റെ ഹാളിൽ ഇരുന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോകും. നമ്മുടെ വലതുവശമല്ല, ഭൂപടത്തിന്റെ വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഭൂപടത്തിന്റെ ഇടതുഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂഷൻ ആവാൻ നോക്കണം. അത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത്, തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ. ഇതാണ് ഭൂമധ്യരേഖ. ഓക്കെ, ആ ഗ്ലോബിന്റെ നടുവിലൂടെ ഒരു വര പോകുന്നുണ്ടല്ലേ, കട്ടി നിറത്തിൽ, ഒരു ചുവപ്പ് നിറത്തിൽ, അതാണ് ഭൂമധ്യരേഖ. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. തന്നിരിക്കുന്ന ചിത്രത്തിൽ A എന്ന് രേഖപ്പെടുത്തിയത് വടക്കേ അല്ലെങ്കിൽ ഉത്തര അർദ്ധഗോളം എന്ന് പറയാം, അല്ലെങ്കിൽ വടക്കേ അർദ്ധഗോളം എന്ന് പറയാം. അതറിയാം, നമുക്ക് മനസ്സിലായല്ലോ. അത് ഒരു ചുവപ്പ് വരണ്ട്, അതിന്റെ മേൽഭാഗത്താണ് A എന്ന് അടയാളപ്പെടുത്തിയത്, അതാണ് വടക്ക് അർദ്ധഗോളം അല്ലെങ്കിൽ ഉത്തര അർദ്ധഗോളം. B എന്ന് രേഖപ്പെടുത്തിയത് തെക്കേ അല്ലെങ്കിൽ ദക്ഷിണ അർദ്ധഗോളവുമാണ്. ഓക്കെ, B എന്ന് അടയാളപ്പെടുത്തിയത് എവിടെയാണ്? ഭൂമധ്യരേഖന്റെ താഴെ. അപ്പൊ അതാണ് തെക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ ദക്ഷിണ അർദ്ധഗോളം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും നിരീക്ഷിക്കൂ. ഇവയാണ് അക്ഷാംശ രേഖകൾ. ഓക്കെ, അപ്പൊ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ്. അതിന്റെ ആകൃതി എന്താണ്? അത് PSC ചോദിക്കും കേട്ടോ. വൃത്താകൃതിയാണ് അക്ഷാംശ രേഖയ്ക്കുള്ളത്. അത് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിരിക്കും. ആ 2 പോയിന്റ്സ് ഓർത്തിരിക്കണം. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയുള്ള രേഖകൾ കണ്ടില്ലേ? ഇവ രേഖാംശ രേഖകളാണ്. അപ്പോൾ അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ട് വരച്ചിരിക്കുന്നതാണ് രേഖാംശ രേഖകൾ. അതിന്റെ ആകൃതി എന്താണ്? അത് അർദ്ധവൃത്താകൃതിയാണ്. അപ്പോൾ അക്ഷാംശ രേഖേൻ്റെത് വൃത്താകൃതിയും രേഖാംശ രേഖേൻ്റെത് അർദ്ധവൃത്താകൃതിയുമാണ്. അത്
കൺഫ്യൂഷൻ ആവുന്ന ഒരു പോയിന്റാണ്, ഓർത്തു വെക്കണം. ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും സാങ്കല്പിക രേഖകളാണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖയും അതുപോലെ രേഖാംശ രേഖയും. അടുത്തത് ഗ്ലോബും ഭൂപടവും. ഇത് രണ്ടും നമുക്ക് കണ്ടുപരിചയമുള്ളതാണ് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ. പക്ഷെ എന്നാലും PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകരുത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഓക്കെ, അത് നമുക്കറിയാം. പിന്നെ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി PSC ചോദിക്കാം, അപ്പം തെറ്റിപ്പോകരുത്. ഒരു പരന്ന പ്രതലമാണെങ്കിൽ അത് ഭൂപടമാണ്, എന്നാൽ ഗോളാകൃതി ആണെങ്കിൽ അത് ഗ്ലോബാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ചിത്രമാണിത്. ആദ്യത്തത് ഗ്ലോബാണ് കാണിച്ചിരിക്കുന്നത് ഇടതുവശത്ത്, വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ഭൂപടമാണ്. ഇനി അടുത്തത് കേരളത്തിന്റെ ഒരു മാപ്പാണ്. ഒരു മാപ്പിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഭൂപടത്തിന്റെ അകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള 3 കാര്യങ്ങളാണ് തലക്കെട്ട് എന്ന് കൊടുത്തിട്ട്, അതായത് കേരളം രാഷ്ട്രീയ ഭൂപടം എഴുതിയിരിക്കുന്നുണ്ട്, അതാണ് തലക്കെട്ട്. അതേമാതിരി B ദിശ, അതായത് തെക്ക് വടക്ക് അതേപോലെ കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിഹ്നമുണ്ട്, ആ ചിഹ്നമാണ് ദിശ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് C സൂചിക, ഏറ്റവും താഴെയായിട്ട് C എന്ന് അടയാളപ്പെടുത്തിയ കാണാം. അതായത് ഓരോ ചിഹ്നങ്ങളും എന്തിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ തരുന്നതാണ് ഈ സൂചിക എന്ന് പറയുന്നത്. ഇനി ഭൂപടത്തിന്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. തലക്കെട്ട് നമ്മൾ താഴെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും എഴുതാൻ പറ്റില്ല, സൈഡിലൊന്നും എഴുതാൻ പറ്റില്ല. ഭൂപടത്തിന്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. ഭൂപടത്തിന്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. ഓക്കെ, അപ്പൊ അതാണ് തലക്കെട്ടിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഭൂപടത്തിന്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ തലക്കെട്ട് നമ്മൾ ഓൾറെഡി കണ്ടു. ഏറ്റവും മുകളിൽ കേരളം രാഷ്ട്രീയ ഭൂപടം എന്ന് പറഞ്ഞിട്ട് മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനായി ഭൂപടത്തിൽ സൂചിക നൽകുന്നത്. അപ്പൊ അതാണ് സൂചിക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് PSC ചോദിക്കുകയാണ് കേട്ടോ. ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനായാണ് ഭൂപടത്തിൽ സൂചിക നൽകുന്നത് എന്നതിന് പകരം ചിലപ്പോൾ തലക്കെട്ട് നൽകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അത് തെറ്റിപ്പോകരുത്. അപ്പൊ ഇവിടെ കണ്ടോ, സൂചികയ്ക്ക് 2-3-4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ, സൂചികയ്ക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് PSC ചോദിക്കാം. ഈ ചിഹ്നങ്ങൾ തന്നിട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു, ചേരുംപടി ചേർക്കാനും ഒക്കെ ചോദിക്കാം. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ആദ്യത്തേത് നമുക്ക് നോക്കാം. ഡോട്ടഡ് ലൈൻസ് ആണ് അല്ലെ, ഒന്നിടവിട്ട് ലൈനുകൾ വരച്ചിട്ടുണ്ട്, ഡോട്ടഡ് ലൈൻസ്. അപ്പൊ അതാണ് സംസ്ഥാന അതിർത്തിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരു ബോൾഡ് ലൈൻ, കട്ടിയിൽ ഒരു നേർരേഖ വരച്ചിട്ടുണ്ട്, അതാണ് ജില്ലാ അതിർത്തിനെ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു നീല മഷി കൊണ്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, അത് നദിയെ സൂചിപ്പിക്കുന്നു. ആ ചിത്രം ഓർത്ത് വെക്കുക. പിന്നെ ദേശീയപാത, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുവപ്പ് വരകൾ പാരലലായിട്ട് 2 സമാന്തര രേഖകൾ വരച്ചിട്ടുണ്ട്, അതാണ് ദേശീയപാതന്റെ ചിഹ്നം. അടുത്തത് റെയിൽപാതന്റെ ചിഹ്നമാണ്, ആ ചിഹ്നവും നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത് തലസ്ഥാനത്തിന്റെ ചിഹ്നം, അതൊരു സ്റ്റാർ ഇട്ടിട്ടാണ് നമ്മൾ സംസ്ഥാനത്തിന്റെയൊക്കെ തലസ്ഥാനങ്ങൾ കൊടുക്കുന്നത്. അതേപോലെ ജില്ലാ ആസ്ഥാനത്തിന്റെ ചിഹ്നം എന്താണ്, ഒരു കറുത്ത ബിന്ദുവാണ്, അല്ലെങ്കിൽ ഒരു കറുത്ത വട്ടമാണെന്ന് പറയാം. ഓക്കെ, അടുത്ത തുറമുഖം, അത് എളുപ്പമാണ്, ഒരു ഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു കപ്പലിന്റെ ചിഹ്നമാണ്. വിമാനത്താവളം, അതും എളുപ്പമാണ്, ഒരു വട്ടത്തിന്റെ ഉള്ളിൽ ഒരു വിമാനത്തിന്റെ ചിത്രം. ഓക്കെ, അടുത്തത് സംസ്ഥാന പാതകളാണ്, അത് എന്താണ്, ഒരു ചുവപ്പ് ലൈനാണ്, നീളത്തിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ദേശീയപാത 2 ലൈനാണ്, സംസ്ഥാന പാത 1 ലൈനാണ്, അത് ഓർത്തു വെക്കുക. അടുത്തത് കാർട്ടോഗ്രാഫി, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഡെഫിനിഷൻ പഠിക്കണം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും 3 എണ്ണം കേട്ടോ. ആ 3 പോയിന്റ് പഠിക്കണേ. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നു, പരിശോധിക്കുന്നു, ഭൂപടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഇതിന് 3നും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്, എന്ത് ഏജൻസി? കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അതിന്റെ ആസ്ഥാനം നമ്മൾ പഠിക്കണം, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ആസ്ഥാനം. പിന്നെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി പറയാണ്, ഇത് നിലവിൽ വന്നത് 1767 സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1767. ഓക്കെ, അപ്പൊ കാർട്ടോഗ്രാഫി പഠിക്കണം, കാർട്ടോഗ്രാഫർ പഠിക്കണം,
പിന്നെ ഈ സർവേ ഓഫ് ഇന്ത്യന്റെ ചുമതലകൾ എന്തൊക്കെയാ? ഭൂപട നിർമ്മാണം, പരിശോധന, പ്രസിദ്ധീകരണം. പിന്നെ അതിന്റെ ആസ്ഥാനം, അത് നിലവിൽ വന്ന വർഷം. ഇനി ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിന്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല, ഇത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്, അത് വയനാടാണ്. കർണാടകയും തമിഴ്നാടുമായിട്ടും വയനാട് എന്ന ജില്ല മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് 2 സംസ്ഥാനങ്ങളുമായിട്ട്. ഓക്കെ. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ എങ്ങോട്ടാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, അല്ലെ? എന്നിട്ട് പടിഞ്ഞാറുള്ള അറബിക്കടലിൽ പോയി ചേരും. ഇനി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ വടക്ക് നിന്ന് തെക്കോട്ട്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകയും തമിഴ്നാടും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്ന് അറിയാമോ? എത്ര എണ്ണാണ്? 28 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇനി അടുത്തത് ഒരു ടേബിളാണ്. ഇത് നമുക്കൊന്ന് പൂർത്തിയാക്കാൻ നോക്കാം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലപ്പം ഏതാണ്? അറബിക്കടൽ. ഇന്ത്യയുടെ തലസ്ഥാനം നമുക്കറിയാം, ന്യൂഡൽഹി. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ ആണോ അതോ ലഡാക്ക് ആണോ? അത് ഉത്തരം ലഡാക്ക് ആണ് കേട്ടോ. ഏറ്റവും വടക്ക് ഭാഗത്ത് ലഡാക്ക് ആണ്. അതിന് താഴെയായിട്ടാണ് ജമ്മു കാശ്മീർ വരുന്നത്. ഓക്കെ. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം ഏതാണ്? തെക്ക് ഭാഗത്ത് ശ്രീലങ്കയാണുള്ളത്. അടുത്തത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം കൺഫ്യൂഷൻ ആവരുത്. ലക്ഷദ്വീപ് ആണോ പോണ്ടിച്ചേരി ആണോ അതോ ആൻഡമാൻ നിക്കോബാർ ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അതിന് ഉത്തരം വരുന്നത് ആൻഡമാൻ നിക്കോബാർ ആണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം അല്ലെങ്കിൽ പോയിന്റ് നമ്മൾ പറയാറുണ്ട്, ഇന്ദിരാ പോയിന്റ്, അല്ലെ? അതെവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലും അത് ആൻഡമാൻ നിക്കോബാർ ആണ്. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളുണ്ട്? ആകെ 9 അയൽ രാജ്യങ്ങളുണ്ട്. അതിൽ 7 എണ്ണം കരയുമായിട്ടുള്ള ബന്ധത്തിൽ കരബന്ധിതമായിട്ടുള്ള അയൽ രാജ്യങ്ങളാണ്. 2 എണ്ണം കടൽ അതിർത്തിയുള്ള അയൽ രാജ്യങ്ങളാണ്. അപ്പം ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗുജറാത്തിന്റെ സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പാകിസ്ഥാൻ 1, 2 ഏതാണ്? അഫ്ഗാനിസ്ഥാൻ, 3 ചൈന, 4 നേപ്പാൾ, 5 ഭൂട്ടാൻ, 6 മ്യാൻമർ, 7 ബംഗ്ലാദേശ്. ഇങ്ങനെ 7 കരബന്ധിത അല്ലെങ്കിൽ കരാതിർത്തിയുള്ള അയൽ രാജ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 2 കടലതിർത്തിയുള്ള അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും. അങ്ങനെ ആകെ 9 അയൽ രാജ്യങ്ങൾ. ഇനി ഉത്തർപ്രദേശിനെ കുറിച്ച് കുറച്ച് സവിശേഷതകളാണ് പറയുന്നത്. എന്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. നമുക്കറിയാം ഒരു വടക്കൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എന്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. അത് ഓർത്ത് വെക്കണേ. ഉത്തർപ്രദേശായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശ് ആണെന്ന് പറയാം. അത് 8 സംസ്ഥാനങ്ങളാണ്. ഓക്കെ. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് എന്നെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശ്. എന്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. അത് ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. കഥക് ഏത് സംസ്ഥാനത്തിന്റെ നൃത്തകലയാണ്? ഉത്തർപ്രദേശിന്റെയാണ്. എന്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ട് കാണും. കാൺപൂർ, ലക്നൗ, വാരാണസി, ആഗ്ര, അലഹബാദ്. അപ്പൊ ഇതിൽ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലോ അത് ലക്നൗ ആണ്. ഓക്കെ. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് എന്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. അപ്പൊ നമുക്കറിയാം ഇന്ത്യന്റെ ദേശീയ മുദ്ര എന്ന് പറയുന്നത് സിംഹമുദ്രയാണ്. അപ്പൊ അത് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സാരാനാഥ്, ഉത്തർപ്രദേശിലെ സാരാനാഥ് എന്ന സ്ഥലത്തുള്ള അശോക സ്തംഭത്തിൽ നിന്നുമാണ് ആ ഒരു ചിഹ്നം നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത്. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് ഒരു പോയിന്റ് ഉണ്ട്. പോർച്ചുഗലിന്റെ തലസ്ഥാനം ഏതാണ്? ലിസ്ബൺ ആണ് കേട്ടോ. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. 4 കപ്പലുണ്ട്, ഓർത്തിരിക്കണം. 170 പേരുണ്ട്. അടുത്തത് കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മാലിന്തി തുറമുഖത്തെത്തി. ആ തുറമുഖത്തിന്റെ പേര് ഓർത്തിരിക്കണേ.
അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20-ന്, ആ ഡേറ്റ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം, മെയ് 20 എന്നുള്ള ഡേറ്റ് ഓർത്തിരിക്കണം, PSC ചോദിക്കും. മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. ഓക്കെ, കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തി. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. ഇതിൽ ഓർത്തിരിക്കേണ്ടത് പോർച്ചുഗൽ, ലിസ്ബൺ തുറമുഖം, 4 പായ്ക്കപ്പൽ, 170 പേര്. പിന്നെ ആഫ്രിക്കയിലൂടെ സഞ്ചരിച്ച് മാലിന്തി തുറമുഖത്തെത്തി. അവിടുന്ന് പിന്നെ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട്. എത്രയും പോയിന്റ്സ് ഓർത്തിരിക്കണേ. അപ്പൊ അതാ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ വാസ്കോഡ ഗാമ സഞ്ചരിച്ചിട്ടുള്ള ഒരു കപ്പലിന്റെ യാത്ര, ആ ഒരു മാപ്പാണ്. ഓക്കെ, ആ ഒരു ചുവപ്പ് ലൈന് കൊണ്ട് വരച്ചതാണ്. തുടങ്ങുന്നത് എവിടെ നിന്നാണ്? യൂറോപ്പ്, ആ ഒരു വയലറ്റ് കളറുള്ള ആ ഒരു പോയിന്റ്, ആ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് ആഫ്രിക്കേന്റെ സൈഡിലൂടെ വന്ന് ആഫ്രിക്കേന്റെ അറ്റത്ത് കൂടി കടന്നിട്ട് നമ്മളെ ഇന്ത്യൻ സമുദ്രത്തിൽ കോഴിക്കോട് എത്തി. ഓക്കെ, അപ്പൊ ഇതിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, വാസ്കോഡ ഗാമ ഏതൊക്കെ കടലിലൂടെയാണ്, അല്ലെ ഏതൊക്കെ ഓഷ്യനിലൂടെയാണ് നമ്മുടെ കോഴിക്കോട് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രം. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കടന്ന് ആഫ്രിക്കൻ്റെ അതിലേക്ക് കടന്ന് ഇന്ത്യൻ സമുദ്രത്തിലൂടെയാണ് കേരളത്തിലെത്തിയത്, അല്ലേ? അപ്പോൾ 2 സമുദ്രങ്ങളിലൂടെയാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ചത്. ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രം, 2 ഇന്ത്യൻ സമുദ്രം. ഇതിൻ്റെ അകത്ത്, ഈ ഒരു ചിത്രത്തിൻ്റെ അകത്ത് നിന്ന് PSC ചോദിക്കാവുന്ന ഒരു ചോദ്യം നമുക്കറിയാം. 7 വൻകരകളാണ് ഈ ലോകത്തുള്ളത്. ആ 7 വൻകരകൾ അതൊരു ചോദ്യമാണ്. അതൊക്കെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, പിന്നെ ഏറ്റവും അടിയിൽ അന്റാർട്ടിക്ക. ഇനി അടുത്തത്, നിങ്ങൾ നിരീക്ഷിച്ച ഭൂപടത്തിൽ സമുദ്രത്തോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടി കാണുന്നില്ലേ? ഇത്തരത്തിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ. അതായത് വൻകരകളും ഭൂഖണ്ഡങ്ങളും ഒരേ അർത്ഥം തന്നെയാണ്. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ താഴത്തുള്ള 2 ചോദ്യങ്ങൾ നോക്കാം. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്? ഉത്തരം ഏഷ്യ. ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ മുഴുവൻ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? 2 ഉള്ളൂ. ഒന്ന് ഓസ്ട്രേലിയ ആണ്, നമുക്ക് പെട്ടെന്ന് കിട്ടും. രണ്ടാമത്തേത് ഏതാണ്? അന്റാർട്ടിക്കയാണ്. ഓക്കെ, ഇനി ഈ ഒരു ടേബിൾ നമുക്ക് പൂർത്തിയാക്കാൻ നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് വശത്ത് ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഏത്? വീണ്ടും മാപ്പ് മനസ്സിൽ വേണം. ഇന്ത്യയല്ല, ഇന്ത്യൻ സമുദ്രം കേട്ടോ. ഇന്ത്യൻ സമുദ്രത്തിന്റെ കിഴക്ക് വശത്ത് ഏതാണ്? ഓസ്ട്രേലിയ. ഓക്കെ, അടുത്തത്, ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം അത് നമുക്കറിയാം, ഏഷ്യയാണ്. ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇളം പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ഇന്ത്യൻ സമുദ്രമുണ്ട്, അതിന്റെ ഇടയിൽ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്കയാണ് കേട്ടോ കിട്ടുക. ഇനി അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പം നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുറേ എണ്ണം ഉണ്ട്. ഒന്ന് ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, അതുപോലെ മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ വരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ താഴെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ അടുത്തത്, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഓക്കെ, ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഓക്കെ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു എന്നുള്ള ഒരു പോയിന്റ് ഓർത്തിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. അതുപോലെ ജനാധിപത്യത്തിന്റെ ഒരു ഡെഫിനിഷനും പറയുന്നുണ്ട്. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അടുത്തത് 2 കോഡ്സ് ആണ്, അത് ചോദിക്കാം, അതും ഓർത്തിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഒരു പ്രാസൊക്കെ ഉണ്ടല്ലേ കേൾക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം എബ്രഹാം ലിങ്കൺ ആണ് അതിന്റെ
അത് പറഞ്ഞിട്ടുള്ള ആള്. ഇനി അടുത്തത് ഗാന്ധിജിന്റെ ഒരു കോട്ടാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നതാണ്. ഓക്കെ, മഹാത്മാഗാന്ധി. അടുത്തത് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം കൊണ്ടത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗ്രീസിലെ ഏതൻസ്, ഓക്കെ, അവിടെയാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം വന്നത്. പിന്നെ പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും, ഓക്കെ, അവിടെ പങ്കെടുപ്പിച്ചിരുന്നില്ല കേട്ടോ, എല്ലാ ജനങ്ങളെയും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലൊന്നും പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനൊന്നും ജനങ്ങൾക്ക് അധികാരമില്ലായിരുന്നു. എങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് PSC കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാം കേട്ടോ. പൊതുകാര്യങ്ങളിൽ ജനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അതിനൊന്നും പങ്കെടുപ്പിച്ചിട്ടില്ല, എങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നത് ഏതൻസിൽ നിന്നാണ്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഓക്കെ, അത് ആ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കണം. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പുണ്ട്, ജനപ്രതിനിധികളുടെ ഭരണമുണ്ട്, പിന്നെ പാർലമെന്റ് ഉണ്ട്. അടുത്തത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ, ഓക്കെ, പുരാതന ഗ്രീക്ക് കേട്ടോ, അത് ഓർത്തിരിക്കണം. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യത്തിന് ഇംഗ്ലീഷ് വാക്കാണ്, ഈ ഒരു വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ ആ ചരിത്രകാരന്റെ പേര് നമ്മൾ ഓർത്തിരിക്കണം, ഹെറോഡോട്ടസ്. അയാൾ ഏത് ദേശക്കാരനാണെന്ന് ഓർത്തിരിക്കണം. ഗ്രീക്ക് ചരിത്രകാരനായിരുന്നു, അയാൾ ചരിത്രകാരനായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം ഡെമോസ്, അതായത് അതിന്റെ അർത്ഥം ജനങ്ങൾ എന്നാണ് ആ ഗ്രീക്ക് പദത്തിന്റെ. അതുപോലെ ക്രാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം അധികാരം എന്നാണ്. എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. ഓക്കെ, ഗ്രീക്ക് ചരിത്രകാരൻ ഹെറോഡോട്ടസ്, ഡെമോക്രസി, ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം. ഓക്കെ, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം. എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഓക്കെ, ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാവാൻ പറ്റും, അതുപോലെ തീരുമാനം എടുക്കാനും അവസരം ലഭിക്കും. ആ ഒരു വേദിയാണ് ഗ്രാമസഭ കേട്ടോ. അപ്പൊ ആ 2 പോയിന്റ് ഓർത്തിരിക്കണം. ജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കാളികളാവാം, അതുപോലെ അവർക്ക് തീരുമാനം എടുക്കാനുള്ള അവസരവും ലഭിക്കുന്നു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഇത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും കേട്ടോ. വോട്ടർ പട്ടികയിൽ വന്ന് വോട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായാൽ മതി. വോട്ടർ പട്ടികയിൽ പേരുണ്ടായാൽ തന്നെ ആ ജനങ്ങളെല്ലാവരും ഗ്രാമസഭയിൽ അംഗങ്ങളായിട്ട് കൂട്ടും. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രാമസഭകൾ തന്നെ നമ്മളെ നഗരപ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭകൾ. ഓക്കെ, ഈ അടുത്തത് ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നു. ഈ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റും, അതുപോലെ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലും പങ്കാളികളാവാം. ഓക്കെ, ഇനി പങ്കാളിത്ത ജനാധിപത്യം, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണ കാര്യങ്ങളിൽ പങ്കാളികളാവുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം. ഓക്കെ, ജനങ്ങൾ തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയാം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാവുന്നത്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണേ. ഈ പങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് തീരുമാനമൊക്കെ എടുക്കാൻ പറ്റണമെങ്കിൽ അവിടെ കുറച്ച് പേരെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ആലോചിച്ചാൽ മതി. താരതമ്യേന ജനസംഖ്യ കുറഞ്ഞ അല്ലെങ്കിൽ ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം വർക്കാവുള്ളൂ. അടുത്തത് കേരള നിയമസഭയാണ്. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം, അത് ഓർത്തിരിക്കണം. ഈ അടുത്ത 2 പോയിന്റ് എപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു പോയിന്റ് ആണ്, PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, അപ്പൊ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് സ്ഥാപിച്ചത്? 1888. 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ. അപ്പൊ ശ്രീമൂലം പ്രജാസഭ സ്ഥാപിച്ചത് 1904. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഓക്കെ, അപ്പൊ തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് 1949 ജൂലൈ 1 നമുക്കറിയാം. ആ ഒരു പോയിന്റ് ഇതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു 3 സഭകൾ, ഓക്കെ, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ശ്രീമൂലം പ്രജാസഭ, തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1957 ഏപ്രിൽ 27. ഓർത്തിരിക്കണം. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അപ്പം കേരള നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഏപ്രിൽ 27 കേട്ടോ. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ ജനങ്ങളുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെ നിയമസഭയിലുള്ള ആളുകളെയാണ് നമ്മൾ MLA എന്ന് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു. എന്നിട്ട് നിയമസഭയിൽ നമുക്ക് പകരം നമ്മുടെ പ്രതിനിധികളായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഗ്രാമസഭകളിൽ അങ്ങനെയല്ലല്ലോ. ഗ്രാമസഭകളിൽ എല്ലാ ജനങ്ങൾക്കും, വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ജനങ്ങൾക്കും പോയി പങ്കെടുക്കാൻ, അഭിപ്രായങ്ങൾ പറയാം, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവർക്ക് അവകാശങ്ങളുണ്ട്. അപ്പൊ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം, ഓക്കെ, അതിന്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഓക്കെ, ഈ പേരുകളൊന്നും കൺഫ്യൂഷൻ ആയി പോകരുത്, നമുക്ക് ഓർത്തിരിക്കണം. അതുപോലെ ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുറേ ജനങ്ങളുള്ള സ്ഥലം അല്ലെങ്കിൽ വലിയ ഭൂപ്രദേശമുള്ള സ്ഥലത്തൊക്കെ ഏത് രീതിയാണ്? പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഉപയോഗിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് നേരിട്ടൊന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല, ചർച്ച ചെയ്യാനൊന്നും പറ്റില്ല. അത് കുറച്ച് പ്രതിനിധികളെ തെരഞ്ഞെടുക്കും, എന്നിട്ട് അവരാണ് ചർച്ച ചെയ്തിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഇനി ഈ 4 പോയിന്റ്സ് ഓർത്തിരിക്കണം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അതായത് സൗദി അറേബ്യ രാജഭരണമാണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കണം. അടുത്തത് അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യം ഭരണം അവസാനിച്ചു. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ജനാധിപത്യം ഭരണം ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യമാണ്. അതായത് സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോൾ ഏത് ജനാധിപത്യമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യമാണെന്ന് ഓർത്തിരിക്കണം. അടുത്തത് ജനാധിപത്യത്തിന്റെ 6 സവിശേഷതകളാണ് പറയുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും, ഓർത്തിരിക്കണം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. ഗവൺമെന്റിനെ വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ്. അടുത്തൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിയമവാഴ്ച എന്ന് പറയും. ആ നിയമവാഴ്ചയുടെ ഡെഫിനിഷൻ PSC ചോദിക്കാറുണ്ട്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ള ആ ഒരു ഫാക്റ്റാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, നിയമവാഴ്ച എന്ന് പറയുന്നത് എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത. അപ്പൊ അത് ഈ നിയമവാഴ്ച എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ, ഈ സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ അതിന്റെ പ്രത്യേകതയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതും ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. ഇനി അടുത്ത സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, എന്താ നോക്കാം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അതായത് ആൾക്കാരെ വിദ്യാഭ്യാസം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് നോക്കിയിട്ടോ ഒന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. ഇത്ര പ്രായം കടന്നാൽ ആ പ്രായം കടന്നിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. അപ്പം 1989 ഈ പ്രായം ഈ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 ആയിട്ട് കുറച്ചത്. ആ ഒരു ഭേദഗതി എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഭരണഘടനയുടെ 61ാം ഭേദഗതി പ്രകാരമാണ് ഈ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 ആക്കിയത്. വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, 1989. ആ സമയത്തുള്ള പ്രധാനമന്ത്രിയും ചോദിക്കാറുണ്ട്. രാജീവ് ഗാന്ധിയാണ് ആ സമയത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രി. ഓക്കെ, 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് മാത്രം ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഈ താഴ്ത്തു കൊടുത്ത 3 ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല. ഒന്ന്, ഇന്ത്യയിലെ സിറ്റിസൺ അല്ലാത്ത, പൗരനല്ലാത്ത ആൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തടവുകാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇപ്പം വിചാരണ കോടതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാർക്കും മാനസിക സ്ഥിരത ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
വിലക്കിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും എന്താണ് കള്ള വോട്ടൊക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ വിലക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ഈ ഘട്ടങ്ങളൊക്കെ കറക്റ്റ് ഓർഡറിൽ അതേപോലെ പഠിച്ചു വെക്കണം. PSC ഇതിങ്ങനെ കോമട്ട് തരും. എന്നിട്ട് ഇതിന്റെ കറക്റ്റ് ഓർഡർ ഓപ്ഷനിൽ ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണോ ഓർഡർ എന്നുള്ള കണ്ടെത്താൻ പറയും. ഓക്കെ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, പിന്നീട് എന്താണ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. പിന്നെ ആ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തും. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം. പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങും. പിന്നെ ആ ഒരു പ്രചരണം അവസാനിപ്പിച്ചിട്ട് പിന്നെ എന്താണ്, ആൾക്കാർ വോട്ടെടുപ്പ് തുടങ്ങും, വോട്ട് ചെയ്യാൻ പോകും. അതിനുശേഷം പിന്നെ എന്താണ്, വോട്ടെണ്ണൽ ഉണ്ടാവും. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഫലപ്രഖ്യാപനം ഉണ്ടാവും. ഓക്കെ. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ഓക്കെ. അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞതാണ്, ഓർത്തിരിക്കുക. പിന്നെ തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ ഒരു 5 പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പൊക്കെ എങ്ങനെയാ ചോദ്യമായിട്ട് ചോദിക്കുക എന്നുള്ളത്. ഇത് PSC ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ചോദിക്കാം. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 4 സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇത് ഏതൊക്കെയാ ശരി തെറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും, എന്താണ്, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മമാണ്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ആവും, ഇതാണോ ധർമ്മമാണോ എന്നൊക്കെയുള്ള ഡൗട്ട് ആവും. അങ്ങനെ ഉണ്ടാവരുത്. ഇതൊക്കെ ഒന്ന് വായിച്ചു പോകണം. ഇങ്ങനെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. ഈ 5 ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഇടും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും, ഏതൊക്കെയാണ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെ പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും. രാഷ്ട്രപതി ഉണ്ട്, ഉപരാഷ്ട്രപതി ഉണ്ട്, പിന്നെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. ഓക്കെ. അപ്പൊ 4 സ്ഥലത്തേക്കുള്ള ഇലക്ഷൻ, ഒന്ന് രാഷ്ട്രപതിന്റെ ഇലക്ഷൻ, അതുപോലെ ഉപരാഷ്ട്രപതിന്റെ ഇലക്ഷൻ, പിന്നെ പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ, ലോകസഭയിലേക്കുള്ള, അതായത് രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ. ഓക്കെ. പിന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ. ഇതൊക്കെ നടത്തുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ഒന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയും, ബാക്കിയുള്ളവരെ 2 പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെന്നും പറയും. ഓക്കെ. ഈ 3 പേരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കണം. പിന്നെ ഒരു പോയിന്റ്സും കൂടി എക്സ്ട്രാ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, അത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ ഈ 5ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ 5ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ഭാഗം 2 ടെക്സ്റ്റ് ബുക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു.